കണ്ടു
ഈ പോരാട്ടത്തിൽ ഞങ്ങളെ കൂട്ടുന്നു. കൊല്ലാൻ കഴിയില്ല. ചാൻസിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ജന്മനാടിന് വേണ്ടി പോരാടാൻ ഞങ്ങൾക്ക് വലിയ അവകാശം ഇല്ല. പറഞ്ഞു ഇവിടെ ഇവിടെ ഒരു കുലമേ ഉള്ളൂ, മനുഷ്യകുലം. ജനിച്ചപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. ഇനി നമ്മൾ ഒരുമിച്ച് ഒന്നായി ാൻസിക്കോട്ടെയും വീണ്ടും ഞങ്ങളുടെ റാണിയുടെ കൈകളിൽ. റാണി നന്നായി ഭരിച്ചു. ഞങ്ങൾ പാവപ്പെട്ട കർഷകരെ നികുതികളിൽ നിന്നും ഒഴിവാക്കി അന്നവും വസ്ത്രവും നൽകി. പിന്നീട് റാണി ഒരു വലിയ അന്ന് സേനയോട് പറയുമായിരുന്നു. ഇപ്പോഴും പ്രായം ചെന്നവർക്ക് പാടും. ഝാൻസിയിലെ റാണി അനശ്വരിയായിരിക്കട്ടെ. സ്വന്തം പടയാളികൾക്ക് ഭക്ഷിക്കാൻ വെണ്ണ നൽകി അവർ വെറും മതില് മാത്രം കഴിച്ചു. പക്ഷേ പല ദിക്കുകളിൽ നിന്നും റാണിയെ വീട്ടാനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു. അവർ ശത്രുക്കൾ. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ രാജ്യം ഏറ്റെടുത്തപ്പോൾ പിരിച്ചുവിട്ട സേനയെ അവർ തിരിച്ചു പിടിച്ചു. ഏകദേശം 4000-ഓളം പേർ അവിടെ ആയുധ പരിശീലനം നടത്തുകയാണ്. പുതിയ ആയുധ നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. എന്തിന്? കർഷകർക്ക് വരെ ആയുധ പരിശീലനം കൊടുക്കുക. പ്രാണികളാണ് സ്വയരക്ഷയ്ക്ക് ശിപായി ലഹളയിൽ പങ്കെടുത്ത എല്ലാവരും റാണിയുടെ സേനയിൽ ചേർന്നു കഴിഞ്ഞു. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും അവർക്ക് ഭരിക്കാനുള്ള അനുമതി ലഫ്റ്റനന്റ് ഗവർണർ കൊടുത്തതാണ് എനിക്ക് അത്ഭുതം. എന്ന് വിചാരിച്ചു ഞങ്ങളെ റാണിയുമായി സണ്ണിധാനം? അതൊരടവ് നയം മാത്രം. റാണി പ്രഭുവിന്റെ ഒരു തന്ത്രം. കോട്ടക്കുള്ളി മരിച്ച 66 ബ്രിട്ടീഷുകാർക്ക് പകരം 66,000 ഇന്ത്യക്കാരുടെ തലയിറക്കാനുള്ള സൈന്യം വരുന്നുണ്ട്. ബ്രിട്ടീഷ് പടന്മാരെ നിറച്ച കപ്പലുകൾ ബോംബെ തുറമുഖത്തേക്ക്. പിന്നെ ചാണ്ടിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും ഒരാൾ പോലും ശബ്ദിക്കില്ല. ഞങ്ങൾക്കെതിരെ കൊള്ളു കൊണ്ട് തള്ളും ഞങ്ങൾ. വെടിവെച്ചല്ല, കടുത്ത് ഞരിച്ച് കൊല്ലാനാണ് എനിക്കിഷ്ടം. പ്രാണൻ പോകുമ്പോഴുള്ള ഇടയുടെ പിടച്ചിട്ടുണ്ടോ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേടിച്ചുപോയ സദാശിവനാ ഇങ്ങനെ ഈ കൈയിലേക്ക് പിടയ്ക്കും. നിങ്ങളുടെ റാണി പിടഞ്ഞിട്ടീരും. ഒരു ആഭ്യന്തര കളവുണ്ടാക്കണം താങ്കൾ. അങ്ങനെ ജനങ്ങളെ റാണിക്കെതിരെ തിരിക്കണം. അപ്പൊ രാജ്യത്ത് നടക്കുന്ന മറ്റു കലാപങ്ങളെ അടിച്ചമർത്തി ഞങ്ങളവിടെ. പിന്നെ കോട്ടക്കുള്ളിൽ നിന്ന് ആരും പുറത്തു പോവില്ല, നിന്റെ റാണി അടക്കം. കോട്ടയ്ക്കുള്ളിൽ വലിയ കിണറുകളുണ്ട്. ശവങ്ങൾ വാരി കൂട്ടി നമുക്ക് അതിലിട്ട് കത്തിക്കാം. അതാവും ഉചിതം. അപ്പോ ഈ കാലനും കഴിവനും നമ്മൾ എന്നാ കൊടുക്കും? സദാശിവരാവ് അവർക്കും ജീവിക്കണ്ടേ? അവർക്ക് ഞാൻ കൊടുക്കുന്നത് ഓരോ ചാർച്ചക്കാരനെയും ശവമായി. റാണിയെ ശിപ്പായിമാരെ ഓരോ ചാർച്ചക്കാരനും ഞാൻ മരണം വിധിക്കും. ശവങ്ങൾ കൊണ്ട്
ചാച്ചിയിലെ അത്തരങ്ങൾ എന്നിട്ടതിൽ ചവിട്ടി വേണം എനിക്ക് ആ സിംഹാസനത്തിലേറാൻ. കണ്ടോ നീ കാണുന്നില്ലേ അഴിച്ചുവിട്ട ചണ്ടമാർഗനെ പോലെ ആ പടനിലങ്ങളിൽ മരണം താണ്ഡവമാടുന്നത്. അറ്റുവിടപ്പെട്ട ശിരസുകൾ ദമന്തങ്ങൾ അവയ്ക്ക് മുകളിലൂടെ പായുന്ന കുതിരകൾ നൂറുകണക്കിന് മനുഷ്യജീവനുകൾ അവിടെ മരിച്ചു വീഴുന്നത് നിനക്ക് എനിക്ക് വേണ്ടിയാണ്, നാടിന് വേണ്ടി, നാടിന്റെ മോചനത്തിന് വേണ്ടി. അത് ഞങ്ങളുടെ ജന്മാവകാശമാണ്. അന്യരാജ്യത്തെ സ്വന്തം മണ്ണിൽ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. നീ വിജയിക്കുമോ? അത് ചോദിക്കാൻ നീയാര്? പറ. പറ. നീയാര്? കുരുക്ഷേത്ര യുദ്ധത്തിന് ഞാനുണ്ടായിരുന്നു. ഓരോ ചാവുനിലങ്ങളിലും പടനിലങ്ങളിലും ഞാനുണ്ടാകും. ഇരുളിൽ പതിയിരിക്കുന്ന ഭൂതത്തെ പോലെ. മരണം, മരണം. ഹേയ് മരണമേ, നീ എന്തിനാ എന്റെ പിന്നാലെ കൂടിയത്? നിന്റെ മുന്നിൽ കീഴടങ്ങാനല്ല, വിജയം വരെ പൊരുതാൻ ഞാനായിട്ട് കടന്നു വരുന്ന പീരങ്കിനെ തുപ്പുന്ന തീക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിനക്കും നിന്റെ സൈനികർക്കും കഴിയുമോ? കഴിയും, കഴിയും. കാരണം മനോബലമാണ് ഞങ്ങളുടെ ആയുധം, മൂർച്ചേറിയ ആയുധം. അത് മാത്രം മതി കുലച്ച നെല്ലിൽ നിന്നും തരിച്ചമ്മ പോലെ ലക്ഷ്യത്തിലെത്താൻ. അതിനു മുന്നേ ഞാൻ വീഴുന്നത് കണ്ട് നീ എന്റെ പിന്നാലെ വരരുത്, എന്റെ പിന്നാലെ വരരുത്, എന്റെ പിന്നാലെ വരരുത്. നിനക്കു പിന്നിലും നിന്റെ ശത്രുക്കളുടെ പിന്നിലും ഓരോ ചാവുനിലങ്ങളിലും ഞാനുണ്ടാകും. നീ പോരാടൂ. നിന്റെ ആത്മബലം എന്നിൽ നിന്നും നിന്നെ രക്ഷിക്കട്ടെ. അവരെല്ലാം മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ മാത്രം രക്ഷപ്പെടാനും ഇല്ല. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ പറ്റൂ. എന്റെ വാക്കുകൾ കേൾക്കൂ. ഇതൊരു കടുത്ത യുദ്ധമാണ്. ഝാൻസിയുടെ അഭിമാനം ഇനി നിങ്ങളുടെ കൈകളിലാണ്. അതെ, ഝാൻസിയുടെ അഭിമാനം നമ്മുടെ കൈകളിലാണ്. ഇവിടെ അറച്ചു നിൽക്കരുത്, ഇവിടെ അറച്ചു നിൽക്കരുത്. നോക്ക്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് നേട്ടമേയുണ്ടാകും. ഈ യുദ്ധം നമ്മൾ വിജയിച്ചാൽ ഈ മണ്ണ് തന്നെയാണ് നിങ്ങൾക്കുള്ള സമ്മാനം. ഇതെന്റെ മണ്ണ്, എന്റെ അമ്മ. ചെന്നൈപ്പെട്ടാൽ ബന്ധിക്കപ്പെട്ട ഒരമ്മയെ പോലെയാണ് നമ്മുടെ നാട്. ആ അമ്മയെ നമുക്ക് മോചിപ്പിക്കട്ടെ. വേണ്ടേ വിജയം വരെ, അല്ലെങ്കിൽ മരണം വരെ യുദ്ധം. മഹാറാണി, അവിടുത്തെ വാക്കുകൾ മരുന്ന് കിടക്കുന്നവരെ മൃതത്തെ ജീവനിയാണ്. അതെ, വിജയം വരെ, അല്ലെങ്കിൽ മരണം വരെ യുദ്ധം. മഹാറാണി, അവർ കോട്ടയ്ക്കകത്തേക്ക് കയറി കഴിഞ്ഞു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട്
മഹാറാണി ആ കുഞ്ഞിനെ എടുത്ത് എത്രയും വേഗം കോട്ടയിൽ നിന്ന് രക്ഷപ്പെടണം. ഈ ദേഹത്ത് നിന്ന് ജീവൻ വിടുന്നത് എന്റെ മഹാറാണിയെ അവർക്ക് കീഴടക്കാൻ കഴിയില്ല എന്ന സന്തോഷത്തോടെയാണ്. ഇല്ല, ഈ മണ്ണ് വിട്ട് നിങ്ങളെ വിട്ട് എനിക്ക് മാത്രം ഒരു രക്ഷപ്പെടും. ഇല്ല, ഞാൻ പോകില്ല. പോകണം മഹാറാണി. എനിക്ക് മഹാറാണി മാത്രമല്ല, നമ്മുടെ കുഞ്ഞാത്തിനെ അവർ തന്നെ കൊല്ലു. കൊല്ലു മഹാറാണി, അവർ കൊല്ലു. അവിടെ ആരും നാം തീരണ്ടോ? നമുക്ക് വേണ്ടി കൊല്ലു മരിച്ച പടയാളികളുടെയും കർഷകരുടെയും ശവങ്ങൾ വാരി കൂട്ടിയിട്ട് കത്തിച്ച് ഇതിന് ചുറ്റും ആനന്ദ നൃത്തം ചവിട്ടിക്കാവർ നമ്മുടെ ശത്രുക്കൾ ആളെ കത്തിച്ച് ആ തീ കൊണ്ട് തിരികെ നമ്മുടെ കുഞ്ഞാനന്ദിനെ വലിച്ചെറിയുന്നത് കാണുന്നു മഹാരാണിക്ക്. മഹാറാണി എന്നും അവിടെ താത്മകൾ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആജ്ഞാപിക്കുക. എന്റെ മോടോടുന്ന പോലെ മഹാറാണിയെ കുഞ്ഞിനെ എടുത്ത് എത്രയും വേഗം കോട്ടയിൽ നിന്ന് രക്ഷപ്പെടണം. സാരിക്ക് തന്നെ നല്ലത്. കാര്യം സാരിക്കുള്ള കുതിരയെ കോട്ടയിൽ എത്തിക്കാൻ ഏർപ്പാടാക്കി. വേഗം വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മഹാറാണി കൊടുക്കണം. എല്ലാം എന്റെ ഈ നാടിന് വേണ്ടി എന്റെ മോളെന്ന് കാണാൻ കഴിയില്ല. പക്ഷേ ഈ കണ്ണുകൾ അറിയുന്നത് വരെ ഈ മോളെങ്കിൽ എനിക്ക് കാണാമല്ലോ ജീവനോടെ. ബാബാ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കൽ ഞാനെന്നെ പോകും. കാപ്പുളി അവളെ കാണും. എന്റെ ബാബയുടെ മോളെ മോളം എന്റെ മോളെ കാണണം. അവളോട് പറയണം ഒരുപാട് സ്നേഹം ഈ ബാപ്പയുടെ ഉള്ളിലുണ്ടായിരുന്നെന്ന്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ഞാൻ ഈ മണ്ണിനെയും എന്റെ ഈ മോളെയും സ്നേഹിച്ചിരുന്ന ലക്ഷ്മി ദേവി, എന്റെ പുണ്യമാണ് ഞാൻ ചെയ്തത്. ഇത്ര മാത്രം ഒരു നാടിനെ സ്നേഹിക്കാൻ. അതിനൊറ്റ ഉത്തരവുള്ളൂ. അവിടുന്ന് ഞങ്ങൾ സ്നേഹിച്ചു. മനുഷ്യരായി കണ്ടത് ഒപ്പം ചേർത്ത് നിർത്തി. അവിടുന്ന് ചാൻസ് ഭരിക്കായിരുന്നില്ല, ഞങ്ങൾ സേവിക്കായിരുന്നു. എന്നും ഈ നാട് വാഴ്ത്തട്ടെ റാണി ലക്ഷ്മിബായിയുടെ ചരിത്രം. പക്ഷേ ഇപ്പൊ ഞാൻ ഈ മണ്ണ് വിടുന്നത് മടങ്ങി വരാൻ വേണ്ടി. അതിനു മുമ്പ് എന്റെ മോനെ ആനന്ദിനെ സുരക്ഷിതമായ കൈകളിൽ കേൾപ്പിക്കണം. എനിക്കറിയില്ല. ഇവൻ അറിയാം. പക്ഷെ അത് പറയാൻ എന്റെ നാവ് കളിച്ചില്ലെങ്കിൽ പിന്നെ വെടിയേറ്റം തീർന്നില്ലല്ലോ എന്റെ പിടപ്പ്. പത്താലല്ലേ എട്ടിയിട്ടാലും ഒത്തുകൂടുമ്പേര് ഇവന്റെ വീരങ്കികള നമ്മുടെ സേനയ്ക്ക് ഏറ്റവും കൂടുതൽ നാശം. എവിടെ കുട്ടിയെ തോളത്ത് കെട്ടിവെച്ച അവൻ ഞങ്ങളോട് യുദ്ധം ചെയ്ത് പറയുക. എവിടെ നിങ്ങളുടെ റാണി? പിന്നിലാ
വേഗം വേഗം കൊണ്ടേക്ക് ചാട്. പിന്നെ അവിടുന്ന് അവന്റെ സാരഥി കൊണ്ട് ഞാൻ താഴേക്കാണ്. മരിക്കരുത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച്. ഇല്ലേ, എന്റെ കുതിര സാരഥി എന്റെ ലക്ഷ്യത്തിലെത്തി. അതെ, ഞങ്ങളുടെ റാണിക്ക് രക്ഷപ്പെടാൻ, ഞങ്ങളുടെ റാണിക്ക് രക്ഷപ്പെടാൻ. കോട്ടയത്ത് എത്ര ആളുകളൊക്കെ കുതിരയെ ചാടുന്നത്. റാണി രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങൾക്കു രക്ഷപ്പെടാൻ വേണ്ട, എനിക്ക് രക്ഷപ്പെടണ്ട. ഈ കൊല്ലട കൊല്ല, ഈ മണ്ണിന് വേണ്ടി സന്തോഷത്തോടെ ഞാൻ കഴിച്ചു. പക്ഷെ നീയും നോക്കോ, റാണിയുടെ ദേഹത്ത് ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ റാണി വരും. ഈ മണ്ണിന്റെ ഓരോ കാറ്റയും ചോരക്ക് കൊലക്ക് ചോദിക്കോ. കൊല്ലവിടെ റാണിയെ സഹായിച്ച ഒരാൾ പോലും കോട്ടയ്ക്കുള്ളിൽ ഉണ്ടാവരുത്. കൊല്ലി കെട്ടിക്കൊണ്ട് ആ കോട്ട വിജയൻ കൂട്ടന്റെ ശബ്ദം കോട്ടയ്ക്കുള്ളിൽ മാത്രമല്ല ചർച്ചയിലും കുട്ടികളടക്കം ഒരാൾ പോലും ഉണ്ടാവരുത്. വിജയൻ നിന്റെയൊക്കെ കൈകൊണ്ട് മരിച്ചാൽ 7 ജന്മം കഴിഞ്ഞാലും എന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല. എന്റെ ജീവൻ ഈ മണ്ണിലുള്ളതാണ്, എന്റെ ഭാഗത്തിന്റെ മണ്ണില്. ജയ് ജയ് ഝാൻസി, ജയ് ജയ് റാണി ലക്ഷ്മിബായി. അത് പിടിക്കപ്പെട്ടു. അന്ന് രാത്രി ഝാൻസിയിൽ ഒരിടത്തും ആരും ഉറങ്ങിയില്ല. എല്ലാ വീട്ടിലും ആളുകൾ കാത്തിരുന്നു റാണിയെ കുറിച്ചറിയാൻ. മുറിവെട്ട് വന്ന് ഇറങ്ങിയില്ല. ഒരു വീട്ടിലും വിളക്ക് തെളിഞ്ഞില്ല. ആരും ഭക്ഷണം പാചകം ചെയ്തില്ല. ഒരു കുഞ്ഞു പോലും കരഞ്ഞില്ല. പെട്ടെന്നാണ് ഝാൻസി നഗരം ഒരു തീപ്പന്തമായി മാറിയത്. വിജയൻ കൂട്ടക്കശാപ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊന്നു തള്ളി. ഝാൻസി ഒരു ശ്മശാന ഭൂമിയായി മാറി. പെട്ടെന്നാണ് ഞാൻ ആ ശബ്ദം കേട്ടു. ആനന്ദയെ പരിചാരകരെ ഏൽപ്പിച്ചു. അവരെ നോക്കൂ. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ കുതിരയെ വേണം. എനിക്കറിയാം, ശത്രുക്കൾ പിന്നാലെയുണ്ട്. സഹായിച്ചു നിറഞ്ഞ നിന്റെ തലയിൽ പോകും. പേടിയില്ല. ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം അവർ കൊന്നു. ഞങ്ങളുടെ ചുവള്ള വയലുകളെല്ലാം തീയിട്ട് നശിച്ചു. ഇല്ല, വിരുദ്ധ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. കാൽപ്പിലെ രാജാവും നമ്മളെ സഹായിക്കും. പരാജയപ്പെട്ടു പോയെങ്കിലും താത്വിക ശക്തനാണ്. അദ്ദേഹവും നാനാ സാഹിബും ഒപ്പം ചേരും. അവിടുത്തെ ഗോളിയ രാജാവ് സിന്ധ്യയുടെ സഹായം ചെയ്യണം. അതുകൂടി ലഭിച്ചാൽ തിരിച്ചു പിടിക്കും ഞാൻ ഈ മണ്ണ്, എന്റെ ചാർച്ചിയുടെ മണ്ണ്. നിരപരാധികളെ ചോരയ്ക്ക് പകരം ക്യൂറോസിന്റെ തല തെറ്റിയെടുത്ത് ഝാൻസി കോട്ടയ്ക്ക് മുന്നിൽ വെക്കുന്ന റാണി ലക്ഷ്മിബായി.
രക്തം പാനം ചെയ്ത് മടുത്തിട്ടില്ല. എന്റെ മക്കള് ജീവിച്ചിരിക്കേണ്ടത് നിങ്ങൾ ചാൻസിക്കാരുടെ ആവശ്യമാണ്, ആവേശമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പോ. എവിടെയാണ് നിന്റെ മഹാറാണ്? ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഉണ്ടായിരുന്നു. അവരെല്ലാം ചത്തുപോയി. യുദ്ധക്കടത്തിൽ മാത്രമല്ല, ഭാരതം പറമ്പിൽ ചിതറി കിടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവശരീരങ്ങൾ നിങ്ങൾ കൊന്നു തള്ളിയവർ ഇനി ഈ കർഷക ഗ്രാമത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെയും കൊല്ലടക്കുന്നു. നിന്നെ പോലൊരു നപുംസകത്തെ കൊല്ലാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആരൊടിന്റെ കുതിരയെ പുറത്തു കണ്ടപ്പോഴേ ഞാൻ മഹാറാണ് ഇവിടെ സദാശിവരാമൻ എന്താ വേണ്ടത്? എന്റെ ജീവനാണ്, എന്റെ ആത്മബന്ധം. എന്നിട്ട് ആടുകളെ പോലെ നേരത്തെ നിലനിന്ന പോരാണ്. നിന്റെ ജീവനോട് വേണ്ടത് എനിക്കല്ല, മേജർ ഷൂറോസില. മേജർ എന്നെ രക്ഷിക്കണം. അവർ എന്നെ നിന്നെ രക്ഷിച്ചിട്ട് ഇനി ഞങ്ങൾക്കെണ്ണ ഉപയോഗം. നിന്റെ വേഷം തീർന്നു. ഇനി ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഒരു ഗുഡ് ബൈ. ഡോക്ടർമാരെ കൂട്ടക്കൊണ്ട 66 ബ്രിട്ടീഷ് ഓഫീസർമാരെ കൊണ്ടത് നീ ആസൂത്രണം ചെയ്ത നാടകമായിരുന്നു അല്ലേ? റാണിക്കെതിരെ കമ്പനി എത്തിയിരിക്കാൻ എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് ആർക്കും കിട്ടിക്കുന്നത് നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അന്നേ നിനക്കുള്ള ശിക്ഷ ഞങ്ങൾ വിധിച്ചു. വധശിക്ഷ. ഗുഡ് ബൈ മൈ ഫ്രണ്ട്. വെറുതെ ഒരു സിംഹാസനം മോഹിച്ച കുടുംബത്തെ നിനക്ക് ഗുഡ് ബൈ. പിന്നെ കാൽപ്പിയിലെത്തി റാണിയോടൊപ്പം അവരും ചേർന്നു. നാനാ സാഹിബും താത്തിയെ തോപ്പി കാൽപ്പി മഹാരാജാവ് രാഹുൽ സാഹിബ് എല്ലാ സഹായങ്ങളുമായി ഒപ്പം നിന്നു. ബ്രിട്ടീഷുകാരന്റെ കാൽപ്പിയിലുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളെയും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധം. ആസാദി